എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. ആർത്തി ആയിട്ടുള്ളൊരു പ്രണയം ഉണ്ടായിരുന്നു. ആർത്തി പെൺകുട്ടിയൊന്നും അല്ല കേട്ടോ, നല്ല ഗുമ്മായിട്ടുള്ളൊരു പേരാണ്. റെറ്റിനിറ്റിസ് പിഗ്മെന്റോസ എന്ന് പറയും. കണ്ണിന് വരുന്നൊരു അസുഖമാണ്, രോഗമാണ്. ഇതിന് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നുമില്ല. കാഴ്ച പയ്യെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വൈഡ് വിഷനൊക്കെ പയ്യെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നൈറ്റ് ബ്ലൈൻഡ്നസ്, കളർ ബ്ലൈൻഡ്നസ് ഒക്കെ പയ്യെ കയറി വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്മസ്, ഈസ്റ്റർ അല്ലെങ്കിൽ പെരുന്നാളുകൾ ഇതൊക്കെ നടക്കുന്നത് എന്തായാലും ഒരു രാത്രി സമയത്താണല്ലോ, ഒരു സന്ധ്യ നേരെ ഇരുട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര പാടാണ് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമയങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ പള്ളീൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും കുറേ പേര് വന്നിട്ട് ചിലപ്പോൾ കൈപൊക്കി ഇങ്ങനെ ഹായൊക്കെ കാണിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴത്തേക്കും ബസ്സിൽ പോകുമ്പോൾ ചിലർ അവിടെ നിന്ന് കൈപൊക്കി കാണിക്കുന്നുണ്ടാവും. ഇവരെയൊക്കെ കണ്ടാലേ നമുക്ക് തിരിച്ച് ഹായ് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഞാനിവരിന്ന് കാണുന്നില്ല. ഏത് പള്ളിയിലും മിനിസ്റ്റർ കഴിയുമ്പോഴത്തേക്കും അവസാനത്തെ ദിവസം നമ്മൾ നന്ദി പറയുമല്ലോ. ആ നന്ദി പറയുന്ന ദിവസം ഞാൻ ഈ കാര്യം പറയാറുണ്ട്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് ഭയങ്കര ജാടയാണ്, ഡിമാൻഡാണ്, ഇവിടെ വെച്ചൊക്കെ കണ്ടിട്ട് ഹായ് കാണിച്ചിട്ട് പോലും അച്ഛൻ തിരിച്ചൊന്നും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഞാൻ പറയും, നിങ്ങളെ മൈൻഡ് ചെയ്തിരുന്നതല്ല, കണ്ടാലല്ലേ എനിക്ക് തിരിച്ച് ഒരു ഹായ് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒരു ആർപി എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്, ഇതാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഞാനത് അങ്ങനെ വിവരിക്കാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും എല്ലായിടത്തും ഉണ്ടാകും കുറച്ച് ചേട്ടന്മാർ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട്, അച്ഛാ സോറി കേട്ടാ, ഞങ്ങൾ ശരിക്കും വിചാരിച്ചായിരുന്നു അച്ഛന് ഭയങ്കര ജാടയാണ് ഡിമാൻഡാണൊക്കെ. അപ്പോൾ അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ വരാറുണ്ട്. നമ്മൾ